അവൻ്റെ മണവാട്ടി. ടോട്ടോച്ചാൻ അന്ന് വളരെ ദുഃഖിതയായിരുന്നു. അവളിപ്പോൾ 3-ാം ക്ലാസ്സിലാണ്. കൂർമ്മബുദ്ധിയും ഫിസിക്സിൽ മിടുമിടുക്കനുമായ തായ്ച്ചാനെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനായിരുന്നു ടോട്ടോച്ചാന് കിത്സുനെ, അതായത് കുറുക്കൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ടോട്ടോച്ചാൻ, നിനക്കറിയോ? അവൻ ചോദിച്ചു. കിത്സുനേക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക? ആ, അവൾ കൈമലർത്തി. ഫോക്സ്. ഫോക്സ്? അവൾ ആശ്ചര്യപ്പെട്ടു. ആ ദിവസം മുഴുവൻ ആ പുതിയ വാക്കുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ സുഖത്തിലായിരുന്നു ടോട്ടോച്ചാൻ. അതിനുശേഷം തൻ്റെ തീവണ്ടി ക്ലാസ്സിലെത്തിയാലുടൻ അവൾ ചെയ്തിരുന്ന ആദ്യ ജോലി തായ്ച്ചാൻ്റെ പെട്ടിയിലുള്ള പെൻസിലുകളെല്ലാം തൻ്റെ കുഞ്ഞു കത്തികൊണ്ട് ഏറ്റവും മനോഹരമായി മുനകൂർപ്പിക്കുക എന്നതായിരുന്നു. സ്വന്തം പെൻസിലുകളെ അവൾ കാര്യമാക്കിയേയില്ല. അവയുടെ അഗ്രങ്ങൾ അത്യാവശ്യത്തിന് കടിച്ചു ശരിപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ആയിട്ടും തായ്ച്ചാൻ അവളോട് പരുക്കൻ മട്ടിൽ പെരുമാറി. ഊണിൻ്റെ ഇടവേളയിലാണ് അത് സംഭവിച്ചത്. ടോട്ടോച്ചാൻ അസംബ്ലി ഹാളിന് പിന്നിലെ കുപ്രസിദ്ധമായ കക്കൂസുകുഴിയുടെ പരിസരത്ത് പതിവ് സവാരിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഏയ് ടോട്ടോച്ചാൻ! ധാർഷ്യം നിറഞ്ഞ ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അത് തായ്ച്ചാനായിരുന്നു. വലുതാവുമ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല. നീ ഇനി എത്ര കെഞ്ചിയാലും ശരി, എനിക്ക് നിന്നെ വേണ്ട. ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞ് കണ്ണുകൾ തറയിലുറപ്പിച്ച് സഗൗരവം അവൻ നടന്നകന്നു. ടോട്ടോച്ചാൻ സ്തംഭിച്ചു നിന്നുപോയി. അവനും അവൻ്റെ വലിയ തലയും കാഴ്ചയിൽ നിന്ന് മറയും വരെ അവൾ അവിടെ തന്നെ നിന്നു. ആ തല നിറയെ അവൾ ഒരുപാട് ബഹുമാനിക്കുന്ന ബുദ്ധിയാണ്. ശരീരത്തേക്കാൾ വളരെ കൂടുതൽ വലിപ്പം തോന്നിക്കുന്ന ആ പെരുംതല കാരണമാണ് കുട്ടികൾ അവന് വിഷമഭിന്നം എന്ന് കളിപ്പേരിട്ടത്. കൈകൾ പോക്കറ്റിൽ തിരുകി ചിന്താമഗ്നയായി കൊച്ചു ടോട്ടോ നിന്നു. അവനെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തെങ്കിലും താൻ ചെയ്തുവോ? ഇല്ല, അങ്ങനെയൊന്നും അവളുടെ ഓർമ്മയിൽ എങ്ങുമില്ല. കടുത്ത നിരാശയോടെ സംഭവിച്ചതൊക്കെയും അവൾ തൻ്റെ കൂട്ടുകാരി മിയോച്ചാനെ അറിയിച്ചു. മുഴുവൻ ശ്രദ്ധിച്ചു കേട്ട ശേഷം മുതിർന്ന ഒരാളുടെ ഭാവത്തിൽ മിയോച്ചാൻ പറഞ്ഞു. അതെ, വെറുതെ അല്ല അവൻ പിണങ്ങിയത്. കാരണമുണ്ട്. ഇന്ന് സുമോ ഗുസ്തിയിൽ നീ അവനെ റിങ്ങിന് പുറത്തേക്ക് തൂക്കിയെടുത്ത് എറിഞ്ഞില്ലേ? ആ, അതാ. അല്ല, അതിലിപ്പോൾ എന്താ ഒരു അതിശയം? ആ പെരുത്തു വീർത്ത തലയും കൊണ്ട് റിങ്ങിന് പുറത്തല്ലാതെ പിന്നെ എവിടെയാ ചെന്ന് വീഴാൻ പറ്റുക? പക്ഷെ അവനിപ്പോഴും നിന്നോട് ഭയങ്കര ദേഷ്യം. ഖേദത്തോടെ ടോട്ടോച്ചാൻ ഓർത്തു. അതെ, അതുതന്നെയാണ് കാര്യം. എന്തൊരപരാധമാണ് താൻ ചെയ്തത്? ഉള്ളുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന തായ്ച്ചാനെ ദിവസവും അവൻ്റെ പെൻസിലുകൾ ശ്രദ്ധയോടെ മുനകൂർപ്പിച്ചു കൊടുക്കാറുള്ള താൻ ഗുസ്തിയിൽ തോൽപ്പിക്കുക. എന്ത് വലിയ തെറ്റാണത്! ഏത് ദുർവിചാരമാണ് തന്നെ കൊണ്ട് ആ ഹീനകൃത്യം ചെയ്യിച്ചത്? പക്ഷേ വളരെ വൈകിപ്പോയിരുന്നു. ദുഃഖിച്ചതുകൊണ്ട് ഫലമില്ല. അവൾക്കിനി ഒരിക്കലും അവൻ്റെ മനവാട്ടിയാകാൻ കഴിയില്ല. സാരില്ല, ഞാൻ പഴയ പോലെ ഇനിയും അവൻ്റെ പെൻസിലുകൾ മുനകൂർപ്പിച്ചു കൊണ്ടേയിരിക്കും. അവൾ തീരുമാനിച്ചു. എന്തൊക്കെയായാലും എനിക്ക് അവനെ ഇഷ്ടമല്ലേ?